സോ ഹേ ഗൈസ് ആൻഡ് വെൽക്കം ടു മാഡ് മൈൻഡ്. സോ മൈക്കിൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത പടം വന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യാം. സോ ഇതിലെ ബിഗ്ഗസ്റ്റ് ഈസ് ജാഫർ ജാക്സന്റെ പെർഫോമൻസ് ആണ്. എൻ്റെ പൊന്നുബായ്, ആദ്യം നമുക്ക് തോന്നും ഓക്കെ someone is acting as a മൈക്കിൾ ജാക്സൺ. പിന്നെ ആ പടം മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചില സീൻസിലെല്ലാം തോന്നിപ്പോവും ഓക്കെ ദിസ് ഇസ് ആക്ച്വലി മൈക്കിൾ ജാക്സൺ. ആ ചങ്ങായി ഇതിന് കൊടുത്ത എഫേർട്ട് ആണെങ്കിലും ശരി, ചെയ്ത പെർഫോമൻസ് ആണെങ്കിലും നെക്സ്റ്റ് ലെവൽ. സോ അ ബിഗ് സല്യൂട്ട് ഫോർ യു മാൻ. പിന്നെ ഇതിൽ ഏറ്റവും അടിപൊളി എന്ന് പറയാൻ മ്യൂസിക്കൽ സീക്വൻസസ്. പൊന്നു ബായ്, നമുക്ക് ആ പഴയ പാട്ടും കാര്യങ്ങളും എല്ലാം ആ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ട്. നിങ്ങളൊരു മൈക്കിൾ ജാക്സൺ ഫാൻ ആണോ, ഈ പടം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യും. പ്രത്യേകിച്ച് ഈ പാട്ടുകൾ, ത്രില്ലർ, ബീറ്റ്, ഇതെല്ലാം വേറെ സീനായിരുന്നു തിയേറ്ററിൽ. ഇതിലൊരു പെർഫോമൻസ് സീക്വൻസ് ഉണ്ട്, ആ ഒരൊറ്റ സീന് മതി ആ പടം അങ്ങോട്ട് തൂക്കി എന്ന് പറയാൻ. ദെൻ ഇമോഷണൽ സീൻസ്, ഓക്കെ, പ്രത്യേകിച്ച് മൈക്കിൾ ആൻഡ് ഫാദർ തമ്മിലുള്ള കണക്ഷൻസും അവരുടെ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും ഈ ഫിലിംസിൽ ആ ഒരു പാട്ട് നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഈ പടം ക്ലീൻ ആയിട്ട് കാണിക്കും മൈക്കിളിന്റെ അച്ഛൻ എത്ര കൺട്രോളിങ് ആയിരുന്നു, ചെറിയ വയസ്സ് തൊട്ട് തന്നെ ആള് എന്തൊക്കെ ഗോ ത്രൂ ചെയ്തിരുന്നു, എല്ലാം നല്ല രീതിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ആക്ച്വലി ഹിറ്റ്സ് ഡിഫറെന്റ്ലി. ഈ പടം ക്ലീൻ ആയിട്ട് നമ്മളോട് പറയും ഇത്ര വലിയ സ്റ്റാറിന് പോലും നിറയെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, അവർ പോയ സ്ട്രഗിൾസ് എല്ലാം. ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ് മാൻ. ദ വേ ദേ പ്രസന്റഡ് ഇറ്റ് വാസ് സ്മൂത്ത് ആൻഡ് അമേസിംഗ്. ഓക്കെ, നമുക്ക് നെഗറ്റീവിലോട്ട് കിടക്കാം. എനിക്ക് പേഴ്സണലി തോന്നിയ നെഗറ്റീവ് തിങ്സ് ആണ് ഈ പടത്തിനെ കുറിച്ച്. ഓക്കെ, ഇത് മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ള ഒരു ബയോപിക് ആണ്. Okay, he was a great performer. He was an amazing entertainer. സോ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റും ഈ ബയോപിക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഇതൊരു ക്ലീൻ ബേസിക് ആയി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ നോർമൽ ബയോപിക്സ് പോലെ ഓക്കെ സ്ട്രഗിൾ ചെയ്തു, കയറി വന്നു, സക്സസ് ആയി, എൻഡ് ഓഫ് ദ സ്റ്റോറി, അത്രേ ഉള്ളൂ ഇതിൽ. കാരണം ആളുടെ ലൈഫിൽ കടന്നു പോയ കുറെ കാര്യങ്ങൾ ഇതിൽ മിസ്സിംഗ് ആണ്. ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത പോലെ നമുക്ക് ഫീൽ ആവും. അതുകൊണ്ട് കുറെ സീൻസ് ജസ്റ്റ് വന്നു പോകുന്നല്ലാതെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടത്തില്ല അതിൽ. ആൻഡ് കമോൺ, ഫോർ മൈക്കിൾ ജാക്സൺ സത്യം പറഞ്ഞാൽ ഇത് തീരെ പോരാ. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം പോസിറ്റീവ്സ് പറയാൻ കുറെ ഉണ്ട്, പക്ഷെ നെഗറ്റീവ്സ് മേജർ സീൻസ് എല്ലാം ഇതാണ്. മൈക്കിൾ ജാക്സനെ പോലെ ഒരാളെ കുറിച്ച് ഒരു ബയോപിക് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലെജൻഡറി. കമോൺ, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ആ ട്രെയിലർ കണ്ട് എക്സ്പെക്ട് ചെയ്ത സംഭവം നമുക്ക് ചിലപ്പോൾ തിയേറ്ററിൽ കിട്ടത്തില്ല. ഈ നൊസ്റ്റാൾജിക് വൈബ്സും കാര്യങ്ങളും, ഈ മ്യൂസിക് ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴും കുറച്ച് സീൻസ് റീക്രിയേറ്റ് ചെയ്തതും എല്ലാം കാണുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും. അത് ഉള്ള തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ഓവറോൾ മൂവി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ, സിമ്പിൾ, ബേസിക് ബയോപിക്. അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. കാരണം നിങ്ങളൊരു മൈക്കിൾ ജാക്സൺ ഫാൻ ആണെങ്കിൽ ഈ പടം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യും. ബട്ട് നിങ്ങളൊരു ഡീറ്റെയിൽഡ് ബയോപിക് ആണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഫോർ യു. So let's see. So let me know what you guys think about the movie in the comment box, of course. See you soon, buddy, with the next one. Bye.